വൺ ഓക്കെ. അപ്പം നമ്മുടെ തേർഡ് പാർട്ടിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ജോയിൻറ്റുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ബോൺസിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം. നമുക്കറിയാം നമ്മുടെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ നമ്മുടെ ബോൺസിനും സ്കെൽറ്റനൊക്കെ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം. ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ദാറ്റ് കാൽസ്യം ഷുഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബോൺസ് to ensure their hardness and strength. Food rich in calcium such as dairy product like milk, butter, yogurt, fish and leafy vegetable should be consumed abundance of this stage. അതായത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മുടെ ബോണിൻ്റെയും സ്കെൽറ്റിൻ്റെയും ഒക്കെ സ്ട്രെങ്ത്തിനും ഹാർഡ്നെസ്സിനും വേണ്ടിയിട്ട് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഈ പറയുന്ന ഡയറി പ്രൊഡക്റ്റ്, മിൽക്ക്, യോഗേർട്ട്, ബട്ടർ, അതേപോലെ ഫിഷ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ അല്ലേ. വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. നമ്മുടെ ബോഡിയിൽ കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോൺസിന് അത്രയും ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കാൽസ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർ ദ നേച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ സ്കിൻ എൻഗേജ് ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസ് സൺലൈറ്റ് അല്ലേ. നമുക്കറിയാം നമ്മുടെ സൺലൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ഡി കിട്ടും. ഇതുണ്ടായാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കാൽസ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എഗ് ആൻഡ് ഫിഷസ് ലൈക്ക് സാർഡിൻസ്, മാക്രൈൽ എക്സെട്ര. അതായത് നമുക്കറിയാം നമ്മുടെ ഫിഷസ് ആയിട്ടുള്ള നമ്മുടെ മത്തി അല്ലെ, ചാള എന്നൊക്കെ പറയും, അതുപോലെ അയല, ഇതൊക്കെ എന്താണ് വൈറ്റമിൻ ഡിയുടെ സോഴ്സസിൽ പെട്ടതാണ്. ഓക്കെ. സിൻസ് പ്രോട്ടീൻ ഈസ് എസെൻഷ്യൽ ഫോർ ബോൺസ് ഡെവലപ്മെൻറ്റ്, മീറ്റ്, ബീൻസ്, പീസ് ഇറ്റ് ക്യാൻ ബി അബണ്ടൻ്റ്ലി ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് അല്ലേ. അതുകൂടാതെ മീറ്റും ബീൻസും പീസൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ബോൺസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുക. ഓക്കെ. പിന്നെ അനദർ പോയിൻ്റ് ആണ് എക്സസൈസ് അല്ലേ. നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവായിരിക്കണം, എക്സസൈസ് എടുക്കണം അല്ലേ. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് കിട്ടുക. നമുക്കറിയാം ലങ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല വൈറ്റൽ കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ. നമ്മുടെ ബ്രീത്തിൻ്റെ ആ ഒരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൻ്റെ അളവൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ നല്ല വൈറ്റൽ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മസിൽസും ബോൺസും ആണെങ്കിൽ ഇമ്പ്രൂവ് സ്ട്രെങ്ത്ത്, അതായത് നമ്മുടെ മസിൽസും ബോൺസും എക്സസൈസ് ചെയ്യുന്നതിൽ മൂലം നല്ല സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ നമ്മുടെ കാലിനും കൈക്കൊക്കെ ആണെങ്കിലോ ലെഗിനും ഹാൻഡിനൊക്കെ ആണെങ്കിലും നല്ല ഫ്ലെക്സിബിലിറ്റി, നല്ല വഴക്കം തഴക്കമൊക്കെ എന്ന് പറയില്ലേ നമ്മൾ, അപ്പോൾ നല്ല വഴക്കമൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ, അതായത് നല്ല ബ്ലഡ് ഓട്ടമൊക്കെ ഉണ്ടാവും എന്ന് പറയും അല്ലേ. നമ്മളിങ്ങനെ എക്സസൈസൊക്കെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലങ്സിന് എന്തൊക്കെയാണ് വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മസിൽസിനും ബോൺസിനും സ്ട്രെങ്ത്തും ഹാർഡ്നെസ് ഉണ്ടാവുന്നു, ലെഗിനും ഹാൻഡ്സിനും നോക്കുകയാണെങ്കിൽ കാലിനും കൈക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലെക്സിബിലിറ്റി അല്ലേ, വഴക്കുണ്ടാവുന്നു അല്ലേ, മെയ് വഴക്കെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഹാർട്ടിൻ്റെ കേസിലാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ സ്കെൽറ്റനിൽ വരാറുള്ള ഒരുപാട് ഡിസീസസുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മളെ സ്കെൽറ്റൻ പഴയതുപോലെ എപ്പോഴും നിലനിൽക്കുമോ ഇല്ല. അപ്പോൾ ഒരുപാട് ഡിസീസസുകൾ, രോഗങ്ങൾ നമ്മൾ അവിടെ കാണാറുണ്ട്. അതിൽപ്പെട്ട ഒരു 4 ഡിസീസസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് പാർട്സ് ഓഫ് ബോൺസ് ഗെറ്റ് ഡാമേജ്ഡ് ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡെറ്ററിയോറേറ്റ്സ്. അതായത് നശിക്കുകയാണ്, അതായത് അതിനെ ആ ബോൺസിൻ്റെ ഡെൻസിറ്റി, അതേപോലെ ഡെൻസിറ്റി ഇല്ലാണ്ടാവുക, അതേപോലെ തന്നെ എന്താണ് നശിക്കുക എന്ന് പറയില്ല, അതായത് ബോൺസിന് പോർസ് വരിക, സുഷിരങ്ങൾ വരിക, ഹോള് വരിക, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് വിളിക്കുക. ഇത് മിക്കവാറും വരുന്നത് ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയും കാൽസ്യം പ്രോട്ടീനൊന്നും നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്റ്റിയോപോറോസിസ് നമ്മുടെ എല്ലുകൾക്ക് സുഷിരം വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ആണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്. റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റിനകത്തെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ജോയിൻറ്റിനകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഇല്ലാണ്ടാവുക. അതായത് കാർട്ടിലേജ് ഇല്ലാണ്ടാവുക, സൈനോവിയൽ മെമ്പറൈനിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നശിക്കുക. ആ നശിച്ച് അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഇല്ലാതാവുന്ന ഒരു അസുഖത്തിനെയാണ്, പ്രതിരോധിക്കാനുള്ള കഴിവ് ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യുക, നമ്മുടെ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയൊക്കെ നന്നായിട്ട് ബാധിച്ച് അത് ഇറ്റ് കോസസ് സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിങ്, നല്ല വേദനയും നല്ല നീരൊക്കെ ഉണ്ടാവും
ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലേ. ഈ ഒരു പിക്കിൽ കാണുന്നത് പോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണുക. പിന്നെയുള്ളത് മസ്കുലർ ഡിസ്ട്രോഫിയാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് മസിൽസ് ഗെറ്റ് ഡാമേജ്ഡ് ഡ്യൂ ടു ദി വേരിയസ് റീസൺ മസിൽസ് ബിക്കം വീക്ക്. ദിസ് ഓഫൺ സീൻ ഇൻ ബോയ്സ്. അതായത് നമുക്കറിയാം മസിലുകളിൽ എന്താണ് നല്ലോണം ഡാമേജ് ആകുക അല്ലേ. ദിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് മസിൽസ് ഗെറ്റ് ഡാമേജ്ഡ് ഡ്യൂ ടു ദി വേരിയസ് റീസൺ. അതായത് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മസിലൊക്കെ കുട്ടികളുടെ മസിൽ കൈ കാലുകളൊക്കെ വളരെ ശോഷിച്ച് ഒരു വികൃതമായൊരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ബോയ്സിലാണ് കൂടുതൽ കാണുക. ഇത് അധികവും ജീനിലുള്ള വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഓക്കെ, അതാണ് മസ്കുലാർ ഡിസ്ട്രോഫി. പിന്നെയുള്ളത് നമുക്ക് സ്പ്രെയിൻ ആണ്. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്കാണ് അല്ലേ. പലരും നമുക്ക് കളിക്കാൻ പോകുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള ഒരു സാധനമാണ് ഉളുക്ക്. എ സ്പ്രെയിൻ ഈസ് എൻ ഇഞ്ചുറി വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ സ്ട്രെച്ചിങ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻറ്റ്. അതായത് നമ്മുടെ ലിഗമെൻറ്റുകൾ വലിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്തുണ്ടാകുന്ന പരിക്കിനെയാണ് നമ്മൾ ഉളുക്ക് എന്ന് പറയാം. അതേ പറഞ്ഞ പോലെ തന്നെ ദിസ് യൂഷ്വലി അഫക്റ്റ് ദ ജോയിൻറ്റ്സ് ഇൻ ദ ആങ്കിൾ ഓർ നീസ് എക്സെട്ര. പെയിൻ, സ്വെല്ലിങ്, അതേപോലെ തന്നെ ബ്രൂസസ്, ഡിഫിക്കൽറ്റി ഇൻ മൂവിങ് ജോയിൻറ്റ്സ്. അതായത് നല്ല വേദനയും വീക്കും ചതവും അതേപോലെ സന്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഈ ഉളുക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ 4 ഡിസീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളതാണ് ഡിസ്ക് പ്രൊലാപ്സ്. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളം ഇസ് ദ പാർട്ട് ഓഫ് ദാറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് അലോങ് വിത്ത് സപ്പോർട്ട് ഓഫ് ദ ബോഡി അല്ലേ. നമ്മളെ ഓരോ മനുഷ്യരും ഇവിടെ നിൽക്കുന്നത് തന്നെ അവിടെ ഒരു നട്ടലിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലേ, നട്ടലുള്ളത് കൊണ്ടാണ്. സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വെർട്ടിബ്രൽ കോളം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഈച്ച് ബോൺ ഓഫ് ദി വെർട്ടിബ്രൽ കോളം ഈസ് കോൾഡ് വെർട്ടിബ്ര. അതായത് ഓരോ വെർട്ടിബ്രൽ കോളത്തിലെ ഓരോന്നിനെയാണ് ബോണിനെയാണ് നമ്മൾ വെർട്ടിബ്ര എന്ന് പറയാം അല്ലേ. പെക്യൂലിയർ പാർട്ട് ഓഫ് കോൾഡ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ വെർട്ടിബ്ര, അതായത് ഒരുപാട് വെർട്ടിബ്രകൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരുപാട് വെർട്ടിബ്ര ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് വെർട്ടിബ്രൽ കോളം കിട്ടുക. അപ്പോൾ ഈ ഓരോ വെർട്ടിബ്രയുടെ ഇടയിലും നമുക്ക് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് കാണാൻ പറ്റും. ഓരോ വെർട്ടിബ്രയുടെ ഇടയിലും നമുക്ക് ഇവിടെ ഇതേപോലെ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ത് ചെയ്യാണ്, പല കാരണങ്ങൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്യാണ്, നീങ്ങാണ് അല്ലേ. അതായത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ദ വെയറിംഗ് ഓഫ് ദ വെർട്ടിബ്ര, സഡൻ ഷോക്ക് ആൻഡ് കണ്ടിന്യൂസ് സ്പ്രെയിൻ ഓൺ ദി വെർട്ടിബ്രൽ കോളം ക്യാൻ കോസ് ദ ബൾജിങ് ഔട്ട് ഓഫ് ദി ജെൽ ലൈക്ക് പാർട്ട് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ ഡിസ്ക്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡിസ്ക് പ്രൊലാപ്സ്. അതായത് നമ്മുടെ ഈ പറയുന്ന കശേരുക്കളുടെ വെർട്ടിബ്രയുടെ പെട്ടെന്നുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിവർന്ന് നിൽക്കുക, പെട്ടെന്നുള്ള ആ ഒരു നിവർന്ന് നിൽക്കലിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ നട്ടലിനെ ഇങ്ങനെ എന്തുണ്ടാവും, ഒരു സ്ട്രെയിൻ കൊടുക്കുന്ന, ഒരേ സമയം ഇരുന്നിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ നട്ടലിന് ഇങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ത് ചെയ്യും, ഈ ഒരു ജെൽ ലൈക്കായിട്ടുള്ള ഈ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ത് ചെയ്യും, ബൾജ് ചെയ്യും, നീങ്ങും, തെന്നി മാറും. ആ സമയത്ത് അവിടെ എന്തുണ്ടാവും, ആ തെന്നി മാറുന്ന ആ ഒരു അവസ്ഥയാണ് മക്കളെ എന്ത് വിളിക്കുക, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്ക് പ്രൊലാപ്സ്?